ഇത് സാധ്യം എന്ന് പറയുമ്പോൾ ഇത് കേട്ടിരുന്ന കുട്ടികൾ ഇതെങ്ങനെ സാധ്യം എന്ന് ചോദിക്കാൻ പാടില്ല. അപ്പൊ ആദ്യം തന്നെ ഇത് നടക്കുമോ എന്ന് ചിന്തിക്കരുത്. ഒരാൾക്കൊരു അനുഭവം പറയുകയാണ്, നമ്മളെ ഭാഷയിൽ പറയാൻ. ആ അനുഭവം പറയുമ്പോൾ ഇതൊന്നും നടക്കില്ല, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭഗവാൻ എനിക്ക് ഇങ്ങനെ അനുഗ്രഹം തന്നു, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെയാണ് കിട്ടിയത്, അതിന് ഈ സാഹചര്യങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെയാണ് ഞാൻ കടന്നു പോയത് എന്നെല്ലാം ഞാൻ പറയുന്നതിന് മുന്നേ എൻ്റെ മക്കളെ മുന്നിലിരുന്നു കൊണ്ട് ഇത് സാധ്യമാവില്ല, ഇതെങ്ങനെ നടക്കും എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഗ്രഹം കിട്ടുക? ഏതൊരു കാര്യം കേൾക്കുന്നതിന് മുന്നു തന്നെ നേരത്തെ വിലയിരുത്തിയാൽ ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ അനുഭവത്തിന്റെ ഗുരുനാഥൻ പറഞ്ഞു തരുന്ന വാക്കുകളുടെ സന്തോഷം നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പോൾ എന്ത് ചെയ്യണം? മുൻവിധി എഴുതാതിരിക്കുക. ഒരാൾ വായ തുറക്കുന്നതിന് മുൻ എനിക്കെല്ലാം അറിയും എന്ന് പറയാതിരിക്കുക. നിറയെ പേര് ആദ്യം പറയുന്ന വാക്ക് എനിക്കറിയാം. അറിയാം എന്ന് പറയുന്നത് തന്നെ വിഡിത്തരമാണ്. ഞാനിതെല്ലാം പറയും, കുറേ നേരം സംസാരിക്കും, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളോട് ചോദിക്കും. മറ്റുള്ളവരെ പോലെ പ്രഭാഷണം നടത്തിയിട്ട് പോയി എന്നല്ല, നിങ്ങളിലൂടെ സർവ ഐശ്വര്യവും നിങ്ങളുടെ അനുഭവമാണ്. ഞാൻ നിങ്ങൾ അറിഞ്ഞത് ചോദിക്കും. അപ്പൊ കേട്ടിരിക്കുന്ന കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഓടരുത്. മനസ്സിലായില്ലെങ്കിൽ സ്വാമി ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഒന്നുകൂടി ഞങ്ങൾക്ക് അതെന്താണെന്ന് പറഞ്ഞു തരണം. നമ്മൾ അധ്യാപകരും ശിഷ്യനും അല്ല, അച്ഛനും മക്കളുമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ചോദിക്കണം. അച്ഛൻ ഞങ്ങൾക്ക് അറിഞ്ഞില്ല, എന്താണ് അച്ഛൻ പറയാൻ വരുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനി കുറെ പേര് നമസ്കാരം പകുതി വഴി എത്തിയിട്ടുണ്ട്, മുഴുവനാക്കേണ്ട അവർ എത്തിയിട്ടില്ല. അതൊരു വർഷത്തെ ഗ്യാപ്പാണ്. നമസ്കരിക്കണം. നമ്മളകത്തിരിക്കുന്ന ആത്മാവും സ്നേഹത്തെയും ശിവനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത്? നമസ്കരിക്കുന്നത്. നമ്മൾ നമസ്കരിക്കാൻ പഠിക്കണം. ശക്തിയാണ്. ആർക്കാ ശക്തി? ആരാണോ നമസ്കരിക്കുന്നത് അവർക്കാണ് ശക്തി. ഇന്നിപ്പോൾ അസുഖം കൂടുതലായതുകൊണ്ട് ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ വേഗം അറിയും. കിഡ്നി പോയാൽ ഡയാലിസിന് പോകും. അതെന്താ സംഭവം? രക്തശുദ്ധി ചെയ്യുകയാണ്, രക്തത്തെ ശുദ്ധമാക്കുകയാണ്. മെഷീനിലൂടെ ഇതിലൂടെ കയറ്റി അതിലൂടെ കൊണ്ടുവന്ന് ശുദ്ധി ചെയ്യുക. ഇത് നമ്മൾ രണ്ട് കൈ കൂപ്പുമ്പോൾ നടക്കണോ എന്നാണ് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നത്. ഒരു നമസ്കാരത്തിലൂടെ ഒരു ഡയാലിസിസ് നടക്കുന്നുണ്ടെന്ന് മറ്റുള്ളവര് സലാം അലൈക്കും പറയും, ഇനി ഒരാള് ഈശോ മിശിഹി പറയും. പക്ഷെ നമ്മുടെ ആളുകൾ അങ്ങനെയല്ല. അത് കുറ്റം, ഇത് ശരി എന്നല്ല. നമ്മളെ സയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഭക്തിമാർഗം സഞ്ചരിക്കുന്നു. നമ്മൾ ആദിമഹർഷി, ആദിയോഗി, ആദിവേദം നമ്മുടെയാണ്. നമ്മൾ എഴുത്തുകളിലൂടെയല്ല സഞ്ചരിച്ചത്. എങ്ങനെ നമ്മൾ സഞ്ചരിച്ചത്? നമുക്കുണ്ടായ അനുഭവം, അതിൻ്റെ അറിവ്, ആ ജ്ഞാനം പറഞ്ഞ് ഫലിപ്പിച്ച് നമ്മുടെ കുട്ടികൾക്ക്, തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയല്ല, ഉണർത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ എൻ്റെ മോൾക്ക് ഇതാണ് ഇഷ്ടം, ആ വഴിക്ക് പൊയ്ക്കോ, അങ്ങനെയല്ല നമ്മുടെ സംസ്കാരം. ഇതാണ് ശരി. ഈ ശരിയിലൂടെ തലമുറ ആരോഗ്യപരമായി ജീവിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മറ്റുള്ള സംസ്കാരങ്ങളെല്ലാം
വിശ്വാസങ്ങളെല്ലാം ഈ വർഷം തോന്നി 2000 വർഷം പഴക്കം, 3000 വർഷം പഴക്കം എന്നെല്ലാം പറയുന്നത്. പക്ഷേ ഹൈന്ദവ ധർമ്മ, സനാതന ധർമ്മത്തിന് പ്രായം പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പ്രായം പറയാൻ കഴിയാത്തത്? തലമുറകൾക്ക് നാം നമ്മുടെ സ്നേഹം, വാത്സല്യം, അനുഭവം, ജ്ഞാനം, ഭക്തി, ഉണർവ് അങ്ങനെ ഉണർത്തിച്ച് ജീവിച്ചു വന്നത് കൊണ്ട് എന്തിനാണ് ചുരിദാർ ഇടുന്നത്? ചുരിദാറിന് മേലെ എന്തിനാണ് ദുപ്പട്ട ഇടുന്നത്? അതെങ്ങനെ ഇടണം? നമ്മുടെ വസ്ത്രം എങ്ങനെ ഇരിക്കണം? മുതിർന്നവരെ കാണുമ്പോൾ എന്തിനാണ് എണീക്കാൻ പറയുന്നത്? പ്രായം മാത്രമല്ല, സഹ മനുഷ്യ സ്നേഹമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനാണ്. ദൈവം സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം തൻ്റെ ആഗ്രഹങ്ങൾ, തൻ്റെ വാത്സല്യം, തൻ്റെ കരുണ എല്ലാ ജീവരാശിക്കും ഉണർത്തിക്കാൻ വേണ്ടി തിരിച്ചറിവുള്ള